മറ്റൊരു വാർത്തയിലേക്ക് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ യാക്കൂബിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. മോൺസൺ മാവുങ്കൽ നൽകിയ 10 കോടിയുടെ രേഖകൾ മറ്റന്നാൾ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. 7,90,00,000 ഹവാല പണമാണ് പരാതിക്കാർ മോൺസൺ നൽകിയതെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിച്ചിരുന്നു. SS ശരണുണ്ട് വിവരങ്ങൾ നൽകാനായി. ശരണ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ഈ പരാതിക്കാർ 10 കോടിയാണ് മോൺസൺ മാവുങ്കലിന് നൽകിയിരുന്നത്. ഇതിൽ 7,90,00,000 അത് കള്ളപ്പണമാണ്, ഹവാലപ്പണം എന്നുള്ള ആരോപണമാണ് ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്നുള്ളതാണ് പരാതിക്കാരുടെ വാദം. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പണം കൈമാറിയത്, 10 കോടി കൈമാറിയെന്നുള്ളതും പരാതിക്കാർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ പരാതിക്കാരനായ യാക്കൂബിനെ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന 10 കോടിയെ സംബന്ധിച്ചുള്ള രേഖകൾ അത് കൊച്ചി ഓഫീസിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റന്നാൾ ഹാജരാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. എന്തായാലും വലിയ രീതിയിലുള്ള വാക്ക് തർക്കം ഇപ്പോൾ പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥനായ YR തമ്മിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പരാതിക്കാർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. ഈ അന്വേഷണം വേഗത്തിലാക്കാനും ഒപ്പം തന്നെ മോൺസൺ മാവുങ്കലിന്റെ പക്കലുള്ള പണം തിരികെ വാങ്ങിത്തരാനുമായി 1.25 ലക്ഷം രൂപ ഈ റസ്റ്റം വാങ്ങിയെന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ പരാതിക്കാർ നൽകിയത് ഹവാല പണമാണെന്നുള്ള ആരോപണം ക്രൈംബ്രാഞ്ച് ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ യാക്കൂബിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. മോൺസൺ മാവുങ്കൽ നൽകിയ 10 കോടിയുടെ രേഖകൾ മറ്റന്നാൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു SS ശരൺ.